നമസ്കാരം. കേരള വിഷൻ ടൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന AITUCയിൽ നിന്ന് യൂണിയനുകളുടെ കൂട്ടരാജി. 5 ജില്ലാതല യൂണിയനുകളും 4 സംസ്ഥാന യൂണിയനുകളും AITUCയിൽ നിന്ന് രാജിവെക്കുന്നു. AITUC സംസ്ഥാന കൗൺസിൽ അംഗങ്ങളായ KK ജയറാം, PH കബീർ എന്നിവരാണ് ഇക്കാര്യം അറിയിച്ചത്. CPM അരൂർ ഏരിയ സമ്മേളനം സമാപിച്ചു. ഏരിയ സെക്രട്ടറിയായി NB ഷിബുവിനെ തെരഞ്ഞെടുത്തു. കഞ്ഞിക്കുഴി ഏരിയ സമ്മേളനം ആരംഭിച്ചു. 2 ദിവസങ്ങളിലായി കഞ്ഞിക്കുഴി PP സ്വാതന്ത്ര്യം സ്മാരക ഹാളിലാണ് സമ്മേളനം നടക്കുന്നത്. നെൽകർഷകർ നേരിടുന്ന പ്രതിസന്ധികൾക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് നെൽകർഷക സംരക്ഷണ സമിതി പ്രക്ഷോഭത്തിലേക്ക് ചൊവ്വാഴ്ച മുതൽ അനിശ്ചിതകാല സമരം ആരംഭിച്ചു. ഭാര്യയുമായി ബൈക്കിൽ സഞ്ചരിക്കവേ റോഡിൽ കുറുകെ കെട്ടിയ വടം കഴുത്തിൽ കുരുങ്ങി യുവാവിന് ദാരുണാന്ത്യം. അമ്പലപ്പുഴ തകഴി സ്വദേശി 32 വയസ്സുള്ള സയ്യിദാണ് മരിച്ചത്. തിരുവല്ലയിലായിരുന്നു അപകടം. ചേർത്തലയുടെ ഹൃദയത്തുടിപ്പായ പുത്തൻതോടിന് നവോന്മേഷം. സേവ് AS കനാൽ കർമ്മ പദ്ധതിയുടെ ഭാഗമായ ജനകീയ ശുചീകരണം ചരിത്രമായി. ചേലത്ത ചേർത്തലയ്ക്ക് ആശംസകളുമായി നാട്ടുകാർ. AITUCയിൽ നിന്ന് യൂണിയനുകളുടെ കൂട്ടരാജി. 5 ജില്ലാതല യൂണിയനുകളും 4 സംസ്ഥാനതല യൂണിയനുകളും AITUCയിൽ നിന്ന് രാജിവെക്കുന്നു. AITUC സംസ്ഥാന കൗൺസിൽ അംഗങ്ങളായ PH കബീർ, KK ജയറാം എന്നിവരാണ് ആലപ്പുഴയിൽ വാർത്താസമ്മേളനത്തിൽ ഇക്കാര്യം അറിയിച്ചത്. ഞങ്ങൾ AITUCയിൽ നിന്ന് 4 സംസ്ഥാന യൂണിയനും 5 ജില്ലാ യൂണിയനും പിരിഞ്ഞു പോവുകയാണ്. അതിന് കാരണം സംസ്ഥാന നേതൃത്വവും ജില്ലാ നേതൃത്വമായിട്ടുള്ള രൂക്ഷമായ അഭിപ്രായ വ്യത്യാസമാണ്. ഇത് PH കബീർ, ഞാൻ KK ജയറാം. ഞങ്ങൾ രണ്ടുപേരും AITUCയുടെ സംസ്ഥാന കൗൺസിൽ മെമ്പർമാരാണ്. ഇത് കൂടാതെ പാചക കാറ്ററിംഗ് തൊഴിലാളി യൂണിയൻ്റെ പ്രസിഡന്റ് സെക്രട്ടറിയാണ് സംസ്ഥാന. ഞാൻ കഴിഞ്ഞ 12 വർഷമായിട്ട് സ്കൂൾ പാചക തൊഴിലാളി യൂണിയൻ്റെ സംസ്ഥാന പ്രസിഡന്റായിട്ടിരുന്നയാളാണ്. ഇതുകൂടാതെ ജില്ലാ ലെവലിൽ അസംഘടിത തൊഴിലാളി യൂണിയൻ്റെ ജില്ലാ പ്രസിഡന്റ് ഞാൻ, സെക്രട്ടറി ബാബു, വൈസ് പ്രസിഡന്റ് PH കബീർ. ആ യൂണിയനിൽ നിന്ന് ഞങ്ങളെല്ലാവരും പിരിഞ്ഞു കഴിഞ്ഞു. ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കിയത് യൂണിയനുകളുടെ പ്രശ്നങ്ങൾ എന്താണ്, അതിൻ്റെ അകത്ത് വല്ല പോരായ്മകളുണ്ടോ, ഇത് തിരക്കാൻ ജില്ലാ സംസ്ഥാന നേതൃത്വം പലപ്പോഴും തയ്യാറാകുന്നില്ല. KK ജയറാം, PH കബീർ എന്നിവർ AITUC സംസ്ഥാന കൗൺസിൽ അംഗങ്ങളും നിരവധി യൂണിയനുകളുടെ ജില്ലാ സംസ്ഥാന നേതാക്കളും കൂടിയാണ്. AITUC സംസ്ഥാന കൗൺസിലിൽ നിന്നും രാജിവെക്കുകയാണ്. അതോടൊപ്പം തങ്ങൾ പ്രതിദാനം ചെയ്യുന്ന യൂണിയനുകൾ AITUCയിൽ നിന്നും വിട്ടുപോരുകയാണെന്നും ഇവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. AITUC ജില്ലാ സംസ്ഥാന നേതാക്കളുടെ സ്വജനപക്ഷപാതം, സാമ്പത്തിക നേട്ടത്തിനായി മാത്രം യൂണിയനെ കാണുന്ന രീതി, ട്രേഡ് യൂണിയൻ ക്ലാസുകളുടെ പോരായ്മ, ഓരോ യൂണിയനിലും നടക്കുന്ന പ്രശ്നങ്ങളിൽ ഇടപെടാതിരിക്കുക, ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സംസ്ഥാന നേതൃത്വം ഇടപെടാതിരിക്കുക, ഇതെല്ലാമാണ് തങ്ങളെ യൂണിയനിൽ നിന്നും വിട്ടുപോരാൻ പ്രേരിപ്പിക്കുന്ന പ്രധാന ഘടകങ്ങളെന്ന് ഇവർ അവകാശപ്പെടുന്നു. AITUCയിൽ നിന്നും വിട്ടുപോരുന്ന ജില്ലാ യൂണിയനുകൾ ഇവയാണ്: സ്കൂൾ ബസ് സ്റ്റാഫ് അസോസിയേഷൻ, പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ആൻഡ് ആയ യൂണിയൻ, മരമട്ട് തൊഴിലാളി യൂണിയൻ, പന്തൽ ആൻഡ് ഡെക്കറേഷൻ തൊഴിലാളി യൂണിയൻ, പൂവുടമ നെല്ലുൽപാദന സമിതി ആലപ്പുഴ. സംസ്ഥാന യൂണിയനുകൾ: കേരള പാചക കാറ്ററിംഗ് തൊഴിലാളി യൂണിയൻ, സ്കൂൾ പാചക തൊഴിലാളി യൂണിയനിൽ നിന്നും വിട്ട് കേരള സ്കൂൾ പാചക തൊഴിലാളി യൂണിയൻ, ഓൾ കേരള മീറ്റ് വർക്കേഴ്സ് യൂണിയൻ, പ്രൈവറ്റ് മോട്ടോർ അസോസിയേഷൻ. ജില്ലാ യൂണിയനുകളും 4 സ്റ്റേറ്റ് യൂണിയനുകളുമാണ് AITUCയിൽ നിന്നും വിട്ടുപോരുന്നത്. തൽക്കാലം ഇത്രയും യൂണിയനുകൾ സ്വതന്ത്ര യൂണിയനുകളായി തുടരാനും തങ്ങളുടെ ആശയങ്ങളുമായി യോജിക്കുന്ന യൂണിയനുകളുമായി ചേർന്നു പോകുവാനാണ് ആലോചിക്കുന്നതെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ടൈനൂസ്, ആലപ്പുഴ. CPM അരൂർ ഏരിയ സമ്മേളനത്തിന് സമാപനമായി. പൊന്നമ്പള്ളിയിൽ 2 ദിവസങ്ങളിലായിട്ടാണ് സമ്മേളനം സംഘടിപ്പിച്ചത്. NB ഷിബുവിനെ ഏരിയ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തു. സമാപന സമ്മേളനം മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു. പൊന്നാമ്പള്ളി ജയലക്ഷ്മി ഓഡിറ്റോറിയത്തിൽ സജ്ജമാക്കിയ S ബാഹുലയൻ നഗറിലാണ് പ്രതിനിധി സമ്മേളനം നടന്നത്. ഞായറാഴ്ച രാവിലെ ആരംഭിച്ച സമ്മേളനം തിങ്കളാഴ്ച ഉച്ചയോടെ സമാപിച്ചു. ഏരിയ സെക്രട്ടറിയായി NB ഷിബുവിനെ തെരഞ്ഞെടുത്തു. 21 അംഗ ഏരിയ കമ്മിറ്റിയെയും തെരഞ്ഞെടുത്തു. സെക്രട്ടറിയായിരുന്ന PK സാബു കമ്മിറ്റിയിൽ നിന്ന് ഒഴിഞ്ഞു. R പൊന്നപ്പനെ ക്ഷണിതാവായി തെരഞ്ഞെടുത്തിട്ടുണ്ട്. 22 അംഗ ഏരിയ കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെ 144 പേരാണ് സമ്മേളനത്തിൽ പങ്കെടുത്തത്. വൈകിട്ട് പട്ടണക്കാട് ഹൈസ്കൂൾ ജംഗ്ഷനിൽ നിന്നും ചുവപ്പ് സേന മാർച്ചും ബഹുജന റാലിയും ആരംഭിച്ചു. 100 കണക്കിന് പ്രവർത്തകർ അണിനിരന്നു. പൊന്നമ്പള്ളിയിൽ നടന്ന പൊതുസമ്മേളനം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും മന്ത്രിയുമായ സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു. കലാകായിക മത്സര വിജയികൾക്കുള്ള സമ്മാനങ്ങളും മന്ത്രി വിതരണം ചെയ്തു.
സ്വാഗത സംഘ കൺവീനർ PK സാബു അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി NB ഷിബു സ്വാഗതം പറഞ്ഞു. ജില്ലാ സെക്രട്ടറി R നാസർ, സംസ്ഥാന കമ്മിറ്റി അംഗം CB ചന്ദ്രബാബു, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ അഡ്വക്കേറ്റ് K പ്രസാദ്, H സലാം, VP ചിത്തരഞ്ജൻ, അഡ്വക്കേറ്റ് മനു സി പുളിക്കൽ, ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് AM ആരിഫ് XMB, ദിലീമ ജോജോ MLA തുടങ്ങിയവർ സംസാരിച്ചു. ടൈം ന്യൂസ് ചേർത്തല. CPM കഞ്ഞിക്കുഴി ഏരിയ സമ്മേളനത്തിന് തുടക്കമായി. കഞ്ഞിക്കുഴി PP സ്വാതന്ത്ര്യ സ്മാരക ഹാളിൽ 2 ദിവസങ്ങളിലായിട്ടാണ് പ്രതിനിധി സമ്മേളനം സംഘടിപ്പിച്ചിട്ടുള്ളത്. കേന്ദ്ര കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് CS സുജാത XMB സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ചൊവ്വാഴ്ച ഉച്ചയോടെ സമാപിക്കും. CPM കഞ്ഞിക്കുഴി ഏരിയ സമ്മേളനം കഞ്ഞിക്കുഴി PP സ്വാതന്ത്ര്യം കമ്മ്യൂണിറ്റി ഹാളിൽ ആരംഭിച്ചു. പുഷ്പാർച്ചന, പതാക ഉയർത്തൽ എന്നിവയ്ക്ക് ശേഷം പ്രതിനിധി സമ്മേളനം ആരംഭിച്ചു. കേന്ദ്ര കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് CS സുജാത XMB ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ യുദ്ധങ്ങൾ ഉണ്ടാക്കി വെക്കുന്നതിൽ മുഖ്യമായ പങ്ക് അമേരിക്കൻ സാമ്രാജ്യത്വം വഹിക്കുന്നു. മറ്റൊന്നാണ് നമ്മുടെ ഈ സമ്മേളന കാലയളവിൽ ഏറ്റവും അധികം നമ്മൾ ചർച്ച ചെയ്യുന്നതാണ് ഇസ്രയേൽ പാലസ്തീന് മേൽ നടത്തുന്ന യുദ്ധം. പാലസ്തീൻ ഇതിനകം ഏതാണ്ട് 50,000-ഓളം വരുന്ന ആളുകൾ കൊല്ലപ്പെട്ടു കഴിഞ്ഞു. അതിൽ 42% സ്ത്രീകളും കുഞ്ഞുങ്ങളുമാണ്. പാലസ്തീനത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഒട്ടേറെ പരിപാടികൾ നമ്മൾ നടത്തുകയുണ്ടായി. കാരണം ആ പരിപാടികളൊക്കെ നമ്മൾ നടത്തുന്നത് നമ്മളെ പ്രഖ്യാപിതമായ ഒരു നയമുണ്ട്, നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു നയമുണ്ട്. അത് പൊരുതുന്ന പാലസ്തീൻ അനുകൂലമാണ്. പാലസ്തീന ജനത അവരുടെ ജീവിച്ച, അവർ പിറന്നു വീണ അവരുടെ മണ്ണിന് വേണ്ടിയിട്ടാണ് പോരാടുന്നത്. അപ്പോൾ ഈ വിരുദ്ധ ശക്തികൾ പാലസ്തീൻ അനുകൂലമായി നമ്മൾ വർത്തമാനം പറയുമ്പോൾ വേറെ രൂപത്തിലൊക്കെ നമ്മളെ ചിത്രീകരിക്കേണ്ടായി. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ നമ്മൾ കണ്ടതാണ്. PV അൻവറിനെ പോലുള്ളവർ CPMനെ ദുർബലപ്പെടുത്താൻ കള്ളക്കഥകൾ പ്രചരിപ്പിക്കുകയാണെന്ന് സുജാത പറഞ്ഞു. സ്വാഗത സംഘം ചെയർമാൻ VG മോഹനൻ സ്വാഗതം പറഞ്ഞു. ജില്ലാ സെക്രട്ടറി R നാസർ, സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ അഡ്വക്കേറ്റ് K പ്രസാദ്, G വേണുഗോപാൽ, PP ചിത്തരഞ്ജൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഏരിയ സെക്രട്ടറി S രാധാകൃഷ്ണൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. ചൊവ്വാഴ്ച ഉച്ചയോടെ സമ്മേളനം സമാപിക്കും. ഏരിയ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നേരത്തെ റാലിയും സമ്മേളനവും നടന്നതിനാൽ ചൊവ്വാഴ്ച പ്രകടനവും പൊതുസമ്മേളനവും ഒഴിവാക്കിയിട്ടുണ്ട്. ടൈം ന്യൂസ് ആലപ്പുഴ. നെൽകർഷകർ നേരിടുന്ന പ്രതിസന്ധിക്ക് പരിഹാരം കാണണമെന്ന ആവശ്യം നെൽകർഷക സംരക്ഷണ സമിതി പ്രക്ഷോഭത്തിലേക്ക്. ചൊവ്വാഴ്ച മുതൽ അനിശ്ചിതകാല സമരമെന്ന് സമിതി ഭാരവാഹികൾ അറിയിച്ചു. നെൽകർഷക സംരക്ഷണ സമിതി ഇന്ന് വിശാല കുട്ടനാട്ടിലുണ്ടായിരിക്കുന്ന വലിയൊരു പ്രതിസന്ധിക്ക് പരിഹാരം കാണണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നാളെ മുതൽ ആലപ്പുഴ കലക്ട്രേറ്റിന് മുൻപിൽ നിരാഹാര സത്യാഗ്രഹം ആരംഭിക്കുകയാണ്. നാളെ നിരാഹാര സത്യാഗ്രഹം ആരംഭിക്കുന്നതിൻ്റെ കാരണങ്ങൾ പ്രധാനമായും കുട്ടനാട്ടിൽ, വിശാല കുട്ടനാട്ടിലും അപ്പർ കുട്ടനാട്ടിലും ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ വൃശ്ചിക വേലിയേറ്റം മൂലം വലിയ തോതിലുള്ള നഷ്ടങ്ങളും കഷ്ടങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. വെള്ളപ്പൊക്കം 12 മണിയാകുമ്പോൾ വെള്ളം പൊങ്ങുന്ന സാഹചര്യം ഉണ്ടാകുന്നു. റോഡുകളിലേക്ക് വരെ വെള്ളം കയറുന്ന സാഹചര്യം. ഇപ്പോൾ കുട്ടനാട്ടിലും അപ്പർ കുട്ടനാട്ടിലുമായി 5 പാടശേഖരങ്ങൾ മട വീണ് കഴിഞ്ഞിരിക്കുന്നു. ഇന്നലെ ഒരു പാടശേഖരം ചങ്ങനാശ്ശേരിയിൽ വാഴപ്പള്ളി കൃഷിഭവൻ്റെ പരിധിയിലും വെളിനാട് കൃഷിഭവൻ്റെ പരിധിയിലുമായിട്ട് വരുന്ന വലിയ ഒരു പാടശേഖരം മട വീണിരിക്കുന്നു. നെൽകർഷക സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിക്കും. തണ്ണീർമുക്കം ഷട്ടറുകൾ പൂർണ്ണമായും റെഗുലേറ്റ് ചെയ്യുക, നെൽകർഷകരോടുള്ള അവഗണന അവസാനിപ്പിക്കുക, ആലപ്പുഴ വിശാല കുട്ടനാട്ടിൽ അനിയന്ത്രിതമായ വേലിയേറ്റം മൂലമുണ്ടാകുന്ന വെള്ളപ്പൊക്കവും മടവീഴ്ചയും നിയന്ത്രിക്കുന്നതിന് തണ്ണീർമുക്കം ബണ്ട് റെഗുലേറ്റ് ചെയ്യുന്നതിന് അടിയന്തര നടപടികൾ സ്വീകരിക്കുക, നെൽകർഷകരോടുള്ള അവഗണന അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നെൽകർഷക സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ അനിശ്ചിതകാല നിരാഹാര സത്യാഗ്രഹം ആരംഭിക്കും. ആലപ്പുഴ കളക്ടറേറ്റിന് മുന്നിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി സോണിച്ചൻ പുളിങ്കുന്ത, വൈസ് പ്രസിഡന്റ് ലാലിച്ചൻ പള്ളിവാതുക്കൽ എന്നിവർ നിരാഹാര സത്യാഗ്രഹം നടത്തുമെന്നും സമിതി രക്ഷാധികാരി VJ ലാലി, വൈസ് പ്രസിഡന്റുമാരായ P വേലായുധൻ നായർ, ലാലിച്ചൻ പള്ളിവാതുക്കൽ, മേഖലാ കോർഡിനേറ്റർ PS വേണു, ജനറൽ സെക്രട്ടറി സോണിച്ചൻ പുളിങ്കുന്ന എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ടൈനൂസ് ആലപ്പുഴ. ഭാര്യയുമായി ബൈക്കിൽ സഞ്ചരിക്കുമ്പോൾ റോഡിൽ കുറുകെ കെട്ടിയിരുന്ന മടത്തിൽ കുരുങ്ങി യുവാവിന് ദാരുണാന്ത്യം. അമ്പലപ്പുഴ തകഴി സ്വദേശിയായ 32 വയസ്സുള്ള സെയ്ദാണ് മരിച്ചത്. തിരുവല്ലയിലായിരുന്നു അപകടം. മരം മുറിക്കുന്നതിനിടയിൽ ഗതാഗതം തടഞ്ഞ റോഡിന് കുറുകെ വലിച്ചു കെട്ടിയ കയറിൽ കുടുങ്ങി യുവാവിന് ദാരുണാന്ത്യം.
ബൈക്ക് യാത്രികനായ തകഴി കുന്നുമ്മ കുറുപ്പഞ്ചേരിയിൽ 32 വയസ്സുള്ള സിയാദാണ് മരിച്ചത്. സെയ്ദ് കുഞ്ഞിൻ്റെയും ഐഷയുടെയും മകനാണ്. ഒപ്പം യാത്ര ചെയ്ത ഭാര്യയും മക്കളും ചെറിയ പരിക്കുകളോടെ രക്ഷപ്പെടുകയായിരുന്നു. കഴിഞ്ഞ ദിവസം വൈകിട്ട് 4-ന് മുത്തൂർ കുറ്റപ്പുഴ റോഡിൽ മുത്തൂർ ഗവൺമെൻറ് LP സ്കൂളിന് സമീപമായിരുന്നു അപകടം. സ്കൂൾ വളപ്പിൽ അപകടകരമായി നിന്ന മരങ്ങൾ വെട്ടാൻ തിരുവല്ല നഗരസഭ കരാർ നൽകിയിരുന്നു. മരം മുറിക്കുന്നതിൻ്റെ ചില്ലകൾ റോഡിലേക്ക് വീഴാൻ ഇടയുള്ളതിനാൽ വാഹന ഗതാഗതം തടയുന്നതിനാണ് റോഡിന് കുറുകെ ഇരുഭാഗത്തും പ്ലാസ്റ്റിക് കയർ കെട്ടിയത്. രാവിലെ 10 മുതൽ പണികൾ നടക്കുന്നുണ്ടായിരുന്നുവെങ്കിലും റോഡിൽ മുന്നറിയിപ്പ് നൽകാൻ ആരുമുണ്ടായിരുന്നില്ല. നിയന്ത്രണമുണ്ടെന്നറിയാതെ ബൈക്കിലെത്തിയ സിയാദിൻ്റെ കഴുത്തിൽ കയർ തട്ടുകയായിരുന്നു. നിലത്ത് വീണ് പരിക്കേറ്റ സിയാദിനെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. പെയിൻറ്റിംഗ് തൊഴിലാളിയായ സിയാദും കുടുംബവും പായിപ്പാട്ടുള്ള സഹോദരി ഷമിയുടെ വീട്ടിൽ പോയി മടങ്ങി വരുമ്പോഴായിരുന്നു അപകടം. മരം മുറിക്കുന്നതിനായി KSEB വൈദ്യുതി ലൈൻ അഴിച്ചു മാറ്റിയിരുന്നു. മരം മുറിക്കുന്ന കാര്യവും ഗതാഗതം തടയുന്ന കാര്യവും അധികൃതരെ അറിയിച്ചില്ലെന്നാണ് പറയുന്നത്. എന്നാൽ ഇക്കാര്യം വിവിധ വകുപ്പുകളെ അറിയിച്ചിരുന്നെന്ന് തിരുവല്ല നഗരസഭാ അധ്യക്ഷ അനു ജോർജ് പറഞ്ഞു. കരാറുകാരനും തൊഴിലാളികൾക്കുമെതിരെ കേസെടുത്തെന്ന് DYSP പറയുന്നു. പ്രതികളെന്ന് സംശയിക്കുന്ന 6 പേരെ കഴിഞ്ഞ ദിവസം രാത്രിയോടെ തിരുവല്ല പോലീസ് കസ്റ്റഡിയിലെടുത്തു. സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസും എടുത്തിട്ടുണ്ട്. ടൈനോസ്, ആലപ്പുഴ. ചേർത്തല നഗരത്തിൻ്റെ ഹൃദയത്തുടിപ്പായ പുത്തൻ തോടിന് നവോന്മേഷം. സേവ് AS കനാൽ കർമ്മ പദ്ധതിയുടെ ഭാഗമായ ജനകീയ ശുചീകരണ പ്രവർത്തനങ്ങൾ ചരിത്രത്തിൻ്റെ ഭാഗമായി. ചേർത്തല പദ്ധതിക്ക് നാട്ടുകാരുടെ പ്രശംസ. ചേർത്തല നഗരസഭയുടെ ചേർത്തല കർമ്മ പദ്ധതിയുടെ ഭാഗമായി നടന്ന ജനകീയ ശുചീകരണം നാടിന് വലിയ പ്രതീക്ഷയേകുന്നു. ജനകീയ ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തവരും അല്ലാത്തവരും പുതിയ ദൗത്യത്തിന് ആശംസകൾ നേർന്ന് രംഗത്തുണ്ട്. ചേർത്തലയുടെ ഭാഗമായിട്ടുള്ള AS കനാലിന്റെ ശുചീകരണ പദ്ധതി, സേവ് AS കനാൽ പദ്ധതി വളരെ നല്ലൊരു ആശയമാണ്. നമ്മുടെ ചേർത്തലയെ സംബന്ധിച്ച് AS കനാലിന്റെ പ്രാധാന്യം വളരെ കൂടുതലാണ്. അതിന്റെ ഈ 2 സൈഡും അതോടൊപ്പം തന്നെ ആ തോടും വളരെ മലിനമായി കിടക്കുന്നത് നമുക്ക് വർഷങ്ങളായിട്ടുള്ള ചേർത്തലയുടെ ഒരു ശാപം തന്നെയായിരുന്നു. പക്ഷെ അതിന് പുതിയ പദ്ധതിയിൽ ഉൾപ്പെടുത്തി അത് മാറ്റം വരുത്തി നല്ല സൗന്ദര്യമുള്ള കനാലിന്റെ തീരങ്ങളും അതോടൊപ്പം ശുദ്ധമായ വെള്ളവും ഒഴുകുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും ടൂറിസം മേഖലയും അതോടൊപ്പം തന്നെ ചേർത്തലയുടെ മൊത്തം മുഖച്ഛായ മാറുന്ന തരത്തിലുള്ള ഒരു പുതിയ തൊഴിൽ മേഖലയ്ക്കും അത് അവസരം ഉണ്ടാക്കുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ചേർത്തല മുനിസിപ്പാലിറ്റി നേതൃത്വത്തിലുള്ള ചേർത്തല എന്ന പദ്ധതിയുടെ ഭാഗമായി നടക്കുന്ന ഈ ജനകീയ കൂട്ടായ്മ നടപ്പിലാക്കിയ ഈ AS കനാൽ ശുചീകരണം വളരെ ശ്ലാഘനീയമാണ്. മാത്രമല്ല ഇതിൻ്റെ തുടർ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകണം, കൂടുതൽ നല്ല രീതിയിൽ പോകണം. അതുപോലെ തന്നെ ഈ പല ഹോട്ടലുകളിൽ നിന്നുള്ള മാലിന്യങ്ങൾ ഈ തോടുകളിലേക്ക് വെക്കുന്നതായി കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മരങ്ങളൊക്കെ കണ്ടുമാനം ഇതിലേക്ക് ചാഞ്ഞു കിടക്കുന്നു. അതെല്ലാം വിനയപ്പെടുത്തി തുടർ പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോകണം. അതാണ് എൻ്റെ അഭിപ്രായം. നഗരസഭാ പരിധിയിൽ PS കവല മുതൽ കുറിയമുട്ടൻ കായൽ വരെയുള്ള 5 കിലോമീറ്റർ വരുന്ന AS കനാലിൻ്റെ ഇരുകരകളുമാണ് ശുചീകരിച്ചത്. ഞായറാഴ്ച രാവിലെ 7 മണി മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെയായിരുന്നു ശുചീകരണം. ഇനിയും നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്താൽ കൊള്ളാം. നമ്മുടെ ചേർത്തലക്കാർക്ക് വേണ്ടിയിട്ടല്ലേ. ഇതിപ്പോൾ ചെയ്തത്രയും വലിയ കുഴപ്പമില്ല. ഇനിയും ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്താൽ നന്നായിരിക്കും. നല്ല രീതിയിലാണ് എല്ലാം ചെയ്തിരിക്കുന്നത്. അതിനൊരു കുറ്റം പറയാനില്ല. എല്ലാം നല്ല നീറ്റായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ക്ലീൻ ചെയ്തൊക്കെ നല്ലൊരു കാര്യമാണ്. അത് തുടർച്ചയായിട്ട് ചെയ്തു. ബാക്കിയുള്ള ഈ സൈഡിലുള്ള മരങ്ങളും എല്ലാം വിട്ട് കഴിഞ്ഞ് ഇവിടെ ബോട്ട് സർവീസൊക്കെ നടത്താൻ പോകണമെന്നുള്ളൊരു തീരുമാനമൊക്കെ ഉണ്ട്. അതൊരു നല്ല കാര്യമാണ്. കനാലിൻ്റെ ഇരുവശങ്ങളിലുമുള്ള 50 കേന്ദ്രങ്ങളിലായി നടന്ന പ്രവർത്തനങ്ങളിൽ ആയിരക്കണക്കിന് ജനങ്ങൾ അണിനിരന്നു. വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും പ്രവർത്തകരും ജനപ്രതിനിധികളും കലാ സാംസ്കാരിക സംഘടനകളും യുവജന സംഘടനകളും റെസിഡൻസ് അസോസിയേഷനുകളും അണിനിരന്നു. കുടുംബശ്രീ അയൽക്കൂട്ടങ്ങൾ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, വിമുക്ത ഭടന്മാർ, NCC SPC കേഡറ്റുകൾ, NSS വളണ്ടിയർമാർ, വ്യാപാരികൾ, അധ്യാപകർ, തൊഴിലാളികൾ തുടങ്ങിയവരും മെഗാ ശുചീകരണത്തിൽ പങ്കാളികളായി. പ്ലാസ്റ്റിക്കും കുപ്പികളും അടക്കമുള്ള എല്ലാവിധ ഖരമാലിന്യങ്ങളും നീക്കം ചെയ്തു. ഞങ്ങളുടെ കടവാദിക്ക് ഞങ്ങൾ ശനിയാഴ്ച വീട്ടെല്ലാം ക്ലീൻ ചെയ്ത് എല്ലാ മരങ്ങളും വേസ്റ്റുകളെല്ലാം മാറ്റി വിനിയോഗപ്പെടുത്തിയായിരുന്നു. അതുപോലെ തന്നെ ഒട്ടേറെ കടക്കാരും അതുപോലെയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ രാവിലെ സന്നദ്ധ സംഘടനകൾ വന്ന് വടക്കൊശമൊക്കെ ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു. ഇനി കുറച്ച് ഭാഗങ്ങൾ ക്ലീൻ ചെയ്യാനുണ്ട്. ഇതൊരു തുടക്കം മാത്രമാണ്. കനാൽ നവീകരണമെന്ന വലിയ ദൗത്യത്തിൻ്റെ ചെറിയ തുടക്കം.
അതിന് നാട്ടുകാരുടെ സർവാത്മനായുള്ള പിന്തുണയും. ഞായറാഴ്ച ഉച്ചവരെ കനാൽക്കര ഉത്സവാന്തരീക്ഷത്തിലായിരുന്നു. തിങ്കളാഴ്ച രാവിലെ മുതൽ കൂട്ടിവച്ചിരുന്ന മാലിന്യങ്ങളും ചപ്പുചവറുകളും വാഹനങ്ങളിൽ കയറ്റിക്കൊണ്ടുപോയി. കനാൽ സംരക്ഷണത്തിന് തുടർ പ്രവർത്തനങ്ങളാണ് അനിവാര്യം. അതുണ്ടാവുമെന്നാണ് നാട്ടുകാരുടെ പ്രതീക്ഷ. നഗരസഭ നടത്തിയിട്ടുള്ള ഈ നവീകരണം, കനാൽ നവീകരണം ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന നല്ല രീതിയിലുള്ളൊരു പ്രവർത്തനമാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. പക്ഷേ കാലാകാലങ്ങളിൽ ഈ മലിനീകരണം നീക്കം ചെയ്യുന്നതോടൊപ്പം തന്നെ അത് കഴിയുന്ന ഉടൻ അടുത്ത ദിവസം തന്നെ മലിനീകരണം വീണ്ടും അതിനകത്തേക്ക് ജനങ്ങൾ കൊണ്ട് നിക്ഷേപിക്കുന്നതും കടക്കാരാണോ മറ്റ് പൊതുജനങ്ങളാണോ കക്കൂസ് മാലിന്യം അടക്കം തള്ളുന്നതിൽ പരാതികൾ ജനങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ അത് അധികാര കേന്ദ്രങ്ങളിൽ നിന്ന് അതിനാവശ്യമായ നടപടികൾ ശക്തമായി നീങ്ങിയാൽ മാത്രമേ ഇതിലുള്ള പ്രവർത്തനം കാഴ്ചവെച്ചാൽ അത് പൂർണ്ണതയിലേക്ക് ടൈം ന്യൂസ് ചേർത്തല. കായംകുളം കിറ്റ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ സംഘടിപ്പിച്ച അക്ഷരോത്സവം ശ്രദ്ധേയമായി. പ്രശസ്ത കഥാകൃത്ത് ബെന്യാമിനും ആടുജീവിതത്തിലെ കഥാപാത്രം നജീബ് ആറാട്ടുപുഴയും അക്ഷരോത്സവ വേദിയിൽ കുട്ടികളുമായി സംബന്ധിച്ചു. കായംകുളം KIT ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നടക്കുന്ന അക്ഷരോത്സവം മെഗാ പുസ്തകമേളയിൽ പ്രശസ്ത കഥാകൃത്ത് ബെന്യാമിൻ കഥാപാത്രം നജീബ് ആറാട്ടുപുഴയും വിദ്യാർത്ഥികളുമായി സംവദിച്ചു. ഇരുവരും വിദ്യാർത്ഥികളുടെ രസകരവും ആവേശകരവുമായ സംശയങ്ങൾക്ക് മറുപടിയും നൽകി. എൻ്റെ അനുഭവം വെച്ച് ഞാൻ അനുഭവിച്ച അനുഭവം ഈ ലോകത്ത് ആരും അനുഭവിച്ച് കാണത്തില്ലെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും നമ്മൾക്ക് എപ്പോഴെങ്കിലും ഒരു നല്ല വിജയം ഉണ്ടാകുമെന്ന് മാത്രം നിങ്ങൾ മനസ്സിൽ കരുതണം. കാരണം ഞാനും ഇതുപോലെ ഒരുപാട് പ്രാവശ്യം മരണത്തോട് മല്ലടിച്ചുകൊണ്ട് എങ്ങനെയെങ്കിലും ആത്മഹത്യ ചെയ്യണമെന്നുള്ള ഒരുപാട് പ്രാവശ്യം ഞാൻ ആത്മഹത്യ ചെയ്യാനൊക്കെ ശ്രമിച്ചതാണ്. അപ്പോഴൊക്കെ എൻ്റെ വീട്ടിൽ ഞാൻ വരുമ്പോൾ എൻ്റെ ഭാര്യ ഗർഭിണിയായിരുന്നൊരു കുഞ്ഞ് ജനിച്ച് കാണുമോ ഇല്ലയോ എന്നുള്ള ആ മനസ്സിൻ്റെ ആ വെപ്രാളം കൊണ്ടാണ് പിന്നെ ആത്മഹത്യ തന്നെ ഒരുപാട് പ്രാവശ്യം പിന്തിരിപ്പിച്ചത്. അപ്പോൾ അങ്ങനെ ആത്മഹത്യ ചെയ്യുന്ന നമ്മുടെ മതത്തിൽ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ആത്മഹത്യ ചെയ്യേണ്ടെന്ന് പറഞ്ഞ് ഞാൻ ഒരുപാട് പ്രാവശ്യം പാമ്പെങ്കിലും കടിച്ച് മരിക്കട്ടെ എന്ന് പറഞ്ഞ ഉടനെ മണ്ണിലിറങ്ങി കിടന്നിട്ട് പോലും ഉണ്ട്. എന്നിട്ട് പാമ്പിന് പോലും എന്നെ വേണ്ട. കാരണം എനിക്ക് ഇനിയൊരു നല്ല കാലം വരാനുണ്ട്. അതുകൊണ്ട് മാത്രമാണ് എൻ്റെ ആ പ്രാർത്ഥനയുടെ വലിപ്പം കൊണ്ടും എല്ലാമാണ് ഞാൻ ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ വന്ന് നിൽക്കുന്നത്. അല്ലെ അന്നേ ഞാൻ അവിടെ വെച്ച് മരണപ്പെട്ട് പോകേണ്ടതാണ്. പിന്നെ ഞാൻ വിശ്വസിക്കുന്ന ദൈവങ്ങളെല്ലാം വിളിച്ചാണ്, ഞാൻ പ്രാർത്ഥിച്ചാണ് ഞാൻ രക്ഷപ്പെട്ടത്. ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ ഈ പരിപാടിയിൽ പങ്കെടുക്കാനായിട്ട് വരാനും നിങ്ങളെല്ലാവരും കാണാനും ഇവിടെ നിന്ന് സംസാരിക്കാനൊരു അവസരം കിട്ടിയത്. അതുകൊണ്ട് ആടുജീവിതം വായിക്കുമ്പോൾ നിങ്ങൾ ബെന്യാമിനെയോ ഇവിടെ ഇരിക്കുന്ന നജീബിനെയോ കാണുന്നില്ല. അതിനപ്പുറത്ത് നിങ്ങൾ ഭാവന കാണുന്ന, നിങ്ങൾ സ്വപ്നം കാണുന്ന ഒരു നജീബിനെ നിങ്ങൾ കാണുന്നു, ഒരു മരുഭൂമിയെ നിങ്ങൾ സൃഷ്ടിക്കുന്നു, ഒരു മസറ നിങ്ങൾ സൃഷ്ടിക്കുന്നു, ഒരു ഇബ്രാഹിം ഖാദിരിയെ നിങ്ങൾ സൃഷ്ടിക്കുന്നു. അതിലൂടെ നിങ്ങൾ സ്വയം ഒരു നോവൽ സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ കുട്ടികൾ ഒരു കുഞ്ഞു കഥ വായിക്കുമ്പോൾ പോലും ഒരു ലോകം സ്വയം സൃഷ്ടിക്കുകയും അവർ ഒരു പുതിയ ലോകത്തെ, അവരുടെ ചിന്താശേഷിയെ വർദ്ധിപ്പിക്കുകയുമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അവരെ കഥകൾ വായിപ്പിക്കാൻ പ്രേരിപ്പിക്കണം. കഥകൾ നമുക്ക് പല ജീവിതങ്ങൾ പറഞ്ഞു തരുന്നു. നമ്മളൊക്കെ ഈ ചെറിയ ലോകത്ത് ഒരു ജീവിതം ജീവിച്ച് അവസാനിക്കുകയാണ് എങ്കിൽ ഓരോ കഥാപാത്രങ്ങളിലൂടെ പോകുമ്പോഴും നമ്മൾ പുതിയ ലോകത്തെ, പുതിയ മനുഷ്യരെ, പുതിയ ജീവിതത്തെ, പുതിയ സംസ്കാരത്തെ, പുതിയ ഭാഷയെ ഒക്കെ മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. അതിലൂടെ അവർ മറ്റു മനുഷ്യരെ മനസ്സിലാക്കുന്നു. എനിക്കപ്പുറത്ത് വേറെയും മനുഷ്യരുണ്ട്, വേറെയും ജീവിതങ്ങളുണ്ട്, അവരും പലതരത്തിലുള്ള ജീവിതങ്ങൾ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കുകയും നമുക്ക് അവരോടൊരു കാരുണ്യവും ദയയും സ്നേഹവും സഹാനുഭൂതിയും ഒക്കെ ഉണ്ടാവുകയും ചെയ്യുന്നു. എൻ്റെ ജീവിതം മാത്രമാണ് എന്ന് ജീവിച്ചു വളരുന്നു വരുന്ന കുട്ടികളാണ് പലപ്പോഴും ചെറിയ പ്രശ്നങ്ങളിൽ തളർന്നു പോകുന്നത്. നൂറുകണക്കിന് ആളുകൾ ചടങ്ങിന് സാക്ഷികളായി. സ്കൂൾ ചെയർമാൻ ഡോക്ടർ ഒ ബഷീർ, ജനറൽ സെക്രട്ടറി VA ഷാജഹാൻ, മാനേജർ H സിയാദ്, ജനറൽ കൺവീനർ ക്വാളിറ്റി അഷ്റഫ്, പ്രിൻസിപ്പൽ ഡോക്ടർ ഷമീം, കഥാകൃത്ത് ജലാൽ, PTA പ്രസിഡന്റ് അസ്ലാം, സ്കൂൾ സെക്രട്ടറി E സക്കീർ എന്നിവർ പങ്കെടുത്തു. വിജയികളെ ചടങ്ങിൽ ആദരിച്ചു. ടൈം ന്യൂസ്, കായംകുളം. ഒറ്റക്കൈയിൽ ജീവിതം തുന്നുന്ന സുഷമ നാടിൻ്റെ കണ്ണീരാണ്. ചേർത്തല പള്ളിപ്പുറം തിരുനെല്ലൂർ സ്വദേശിനിയായ സുഷമ പ്രതിസന്ധികളെ അതിജീവിച്ച് മുന്നേറുന്നത് ഒറ്റക്കൈയുടെ കരുത്തിൽ.
പള്ളിപ്പുറം തിരുനെല്ലൂർ പുറത്തേവെളിയിൽ പരേതരായ ചെല്ലപ്പൻ സുമതി ദമ്പതികളുടെ മകളാണ് 58-കാരിയായ സുഷമ. ജന്മന വലത് കൈ ഇല്ല. ചെറുപ്രായത്തിൽ പിതാവിൻ്റെ മരണം. അമ്മ സുമതിയുടെ തണലിൽ വളർന്ന സുഷമ പ്രാഥമിക പഠനങ്ങൾക്ക് ശേഷം തയ്യൽ പഠിക്കുകയായിരുന്നു. ആദ്യമൊക്കെ പഠനത്തിൽ വലിയ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നെങ്കിലും കഠിനാധ്വാനത്തിലൂടെ തയ്യൽ ജോലി ജീവിതത്തിൻ്റെ ഭാഗമാക്കി. പിന്നീട് ചേർത്തല നഗരത്തിലെ വസ്ത്രവ്യാപാര സ്ഥാപനത്തിൽ തയ്യൽ ജോലി. അതിൽ നിന്നും ലഭിച്ച തുച്ഛമായ വരുമാനം സ്വരുക്കൂട്ടി സ്വന്തമായി ഒരു തയ്യൽ മെഷീൻ വാങ്ങി. വീട്ടിലെ തയ്യൽ ജോലിക്ക് പുറമെ വീടിന് സമീപത്തുള്ള യുവതികളെയും വീട്ടമ്മമാരെയും തയ്യൽ പഠിപ്പിക്കാനും ആരംഭിച്ചു. കൂടുതൽ പഠിതാക്കൾ സുഷമയെ തേടി വന്നതോടെ തയ്യൽ യന്ത്രം 3 ആക്കി വർദ്ധിപ്പിച്ചു. ജന്മന തന്നെ കൈ ഇങ്ങനെയാണ്. ഞാൻ 20 വർഷത്തിന് മേലായി തയ്യൽ പഠിക്കാൻ തുടങ്ങിയിട്ട്. തയ്യൽ പഠിച്ചു കഴിഞ്ഞ് ചേർത്തല ഒരു കടയിൽ തയ്ക്കാൻ പോയിരുന്ന ഒരു കടയിൽ ഇപ്പം ഇവിടെ എല്ലാവരും തയ്യൽ പഠിപ്പിക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ 10-50 മേൽ പിള്ളേരെ തയ്യൽ പഠിപ്പിച്ച്. സഹോദരൻ രാജേഷ് ക്ഷേത്രങ്ങളിലെ ശാന്തി ജോലികളുമായി തിരുവനന്തപുരത്തേക്ക് പോയതോടെ എല്ലാത്തിനും വലം കൈയായിരുന്ന സഹായവും നിലച്ചു. 2004 സുമതിയുടെ മരണത്തോടെ സുഷമ പൂർണ്ണമായും ഒറ്റപ്പെട്ടെങ്കിലും തളർന്നില്ല. വിവാഹാലോചനകൾ നടന്നെങ്കിലും മറ്റൊരാൾക്ക് ഭാരമാകുമെന്ന് കരുതി വിസമ്മതിച്ചു. എല്ലാറ്റിനും ഇടത് കൈ തന്നെ ഉപയോഗിച്ചതുമൂലം ഇടതുവശത്തെ ഞരമ്പുകൾക്കും തകരാർ സംഭവിച്ചു. തയ്യൽ പഠിപ്പിച്ചു കഴിഞ്ഞ് പിന്നെ എനിക്ക് വയ്യാതെ വന്ന് ഇപ്പം ഞാൻ തയ്ക്കണില്ല. എനിക്ക് ഡോക്ടർ പറഞ്ഞ് തയ്ക്കരുതും, തയ്ക്കാൻ വയ്യ, കൈക്ക് ഞരമ്പിന് തേയ്മാനാണ്, അതുകൊണ്ട് തയ്ക്കരുതെന്ന് പറഞ്ഞ കാരണം ഇപ്പം തയ്ക്കണില്ല. ഇപ്പോൾ മരുന്നുകളെ ആശ്രയിച്ചാണ് ജീവിതം. പിതാവ് ചെല്ലപ്പൻ മരിക്കുന്നതിന് മുമ്പായി കൊട്ടാരക്കരയിൽ 2 ഏക്കർ വസ്തു വാങ്ങിയിരുന്നു. ഇതിൻ്റെ രേഖകളൊന്നും ഇവരുടെ പക്കലുണ്ടായിരുന്നില്ല. എന്നാൽ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് കൊട്ടാരക്കര വില്ലേജ് ഓഫീസറാണ് ഇക്കാര്യം ഇവരെ അറിയിച്ചത്. ചെല്ലപ്പൻ്റെ ഉടമസ്ഥതയിലുള്ള 2 ഏക്കറിൽ 68 സെൻറ്റ് സ്ഥലം മറ്റൊരാൾ കൈവശപ്പെടുത്തിയിരിക്കുന്നതായി കണ്ടെത്തി. വില്ലേജ് ഓഫീസറുടെ സഹായത്താൽ അവിടെ ഉണ്ടായിരുന്ന രേഖകൾ വീണ്ടെടുത്തു. 2 ഏക്കറിൻ്റെ പട്ടയവും ലഭിച്ചെങ്കിലും സുഷമയ്ക്ക് വസ്തു സ്വന്തമാക്കാൻ ഇനിയും ഏറെ കടമ്പകൾ കടക്കണം. പട്ടയം അച്ഛൻ്റെ പേരിൽ തന്നെയാണ് ഇപ്പം. പക്ഷെ അത് അവിടുത്തെ തഹസിൽദാർ പറഞ്ഞത് അത് ഒരു കേസിൽ കിടക്കുകയാണ്, അത് ഹൈക്കോടതി വഴി കേസാണ്, അപ്പോൾ അത് ഇച്ചിരി താമസം ഉണ്ടാകും, അതുകൊണ്ട് പിന്നെ അപേക്ഷ കൊടുത്തിടെന്ന് പറഞ്ഞ്. അങ്ങനെ അതിന് അപേക്ഷ കൊടുത്തിട്ടുണ്ട്. അതിന് എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടായി കിട്ടിയാൽ കൊള്ളാം. വീടില്ല, വീട് ഇതാണ്, ഇത് മൊത്തം പോയി. പിന്നെ ലൈഫിൻ്റെ വീട് കെട്ടിയിട്ട് അതിൻ്റെ പണി തീർന്നിട്ടില്ല, അതിൻ്റെ കുറ്റമൊന്നും തീർന്നിട്ടില്ല. അത് ആങ്ങളെ സഹായിക്കണോണ്ട് കഴിഞ്ഞു പോകണം. അപ്പം വീടിങ്ങനെ കിടക്കുകയാണ്. വീടൊന്ന് റെഡിയാക്കി കിട്ടിയാൽ കൊള്ളാം. കിടന്നുറങ്ങാൻ വീട് പോലും നിലവിലില്ല. തകര ഷീറ്റുകൾ കൊണ്ട് നിർമ്മിച്ച ഷെഡിലാണ് താമസം. ലൈഫ് ഭവന പദ്ധതിയിലൂടെ വീട് നിർമ്മാണം തുടങ്ങിയെങ്കിലും അതും മുടങ്ങിക്കിടക്കുന്നു. പ്രതിസന്ധികൾ ഒന്നൊന്നായി പിന്തുടരുമ്പോഴും ഇടം കൈയുടെ കരുത്തിൽ ജീവിതം തുന്നുകയാണ് 58-കാരിയായ സുഷമ. ടൈം ന്യൂസ് ചേർത്തല. അഖില ഭാരത ഭാഗവത സത്രത്തിന് ചമ്മനാട് ദേവീക്ഷേത്രം ഒരുങ്ങുന്നു. ഡിസംബർ 22 മുതൽ 2025 ജനുവരി 2 വരെയാണ് ഭാഗവത സത്രം ഒരുക്കിയിട്ടുള്ളതെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ഞങ്ങൾ സത്രത്തിൻ്റെ 90% പ്രവർത്തനങ്ങളും മുന്നൊരുക്കങ്ങളും നടത്തിക്കഴിഞ്ഞിരിക്കുന്ന സ്ഥിതിക്ക് സത്രം ഉപേക്ഷിക്കുക എന്നുള്ളത് ഞങ്ങൾക്ക് ചിന്തിക്കുവാൻ പറ്റാത്ത ഒരു വിഷയമായിരുന്നു. അങ്ങനെ സത്ര നിർവഹണ സമിതി കൂടുകയും സത്ര നിർവഹണ സമിതിയുടെ ഏകകണ്ഠ തീരുമാനപ്രകാരം അഖില ഭാരത ശ്രീമദ് ഭാഗവത മഹാസത്രത്തിൻ്റെ മുന്നൊരുക്കങ്ങൾ ഇത്രയും പൂർത്തിയായ സ്ഥിതിക്ക് മഹാസത്രമായിട്ട് തന്നെ ചമ്മനാട്ടമ്മയുടെ തിരുസന്നിധിയിൽ വെച്ച് അത് നടത്തുവാനായിട്ട് സത്ര നിർവഹണ സമിതി ഏകകണ്ഠമായി തീരുമാനിച്ചിരിക്കുകയാണ്. അതിൻ പ്രകാരം ചിങ്ങം 1 മുതൽ അനുസ്യൂതം നടന്നു വന്നുകൊണ്ടിരുന്ന നാരായണീയ പാരായണം ഇന്ന് 100-ാം ദിനം എത്തി നിൽക്കുകയാണ്. ആയതിനെ സമുചിതമായി ആഘോഷിച്ചിരിക്കുകയാണ്. 127 നാരായണീയ പാരായണങ്ങളാണ് പ്ലാൻ ചെയ്തിരുന്നത്. അതുപ്രകാരം ഡിസംബർ 21 നാരായണീയ പാരായണം സമാപിക്കുന്നതും ഡിസംബർ 22 നാരായണീയ പാരായണ സമിതികളുടെ മഹാസംഗമം ചമ്മനാട് ക്ഷേത്ര സന്നിധിയിൽ വച്ചു കൂടുന്നതുമാണ്. സത്രത്തിന് മുന്നോടിയായി 4 രഥഘോഷയാത്രകളാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഭഗവാന്റെ വിഗ്രഹവുമായി ഗുരുവായൂരിൽ നിന്നും ശ്രീമദ് ഭാഗവതവുമായി
മള്ളിയൂർ ഗണപതി ക്ഷേത്രത്തിൽ നിന്നും കൊടിക്കൂറയുമായി തിരുവല്ല ആനന്ദേശ്വരം ക്ഷേത്രത്തിൽ നിന്നും കൊടിമരവുമായി തുറവൂർ നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ നിന്നുമാണ് രഥഘോഷയാത്രകൾ പുറപ്പെടുന്നത്. ചില കേന്ദ്രങ്ങളിൽ നിന്നും സത്രം മാറ്റിവെച്ചു എന്ന തരത്തിലുള്ള പ്രചരണം നടക്കുന്നു. എന്നാൽ ഇത് ശരിയല്ലെന്നും ഭാരവാഹികൾ അറിയിച്ചു. നാളിതുവരെ നടന്നിട്ടുള്ള ഭാഗവത സത്രങ്ങൾ പോലെ തന്നെ വിപുലമായ രീതിയിൽ തന്നെയാണ് സത്രം നടത്തുക. അതിനായുള്ള മുന്നൊരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായതായും സത്ര നിർവഹണ സമിതി ഭാരവാഹികൾ അറിയിച്ചു. മഹാസത്രത്തിന് മുന്നോടിയായി നടന്നുവരുന്ന നാരായണീയ പാരായണം 100ാം ദിവസം ആഘോഷിച്ചു. ചടങ്ങിന്റെ ഭദ്രദീപ പ്രകാശനം ഡോക്ടർ ശ്രീവത്സൻ നമ്പൂതിരി നിർവഹിച്ചു. ശ്രീമദ് ഭാഗവത സത്രവേദിയിൽ കേരളത്തിന് അകത്തും പുറത്തുമുള്ള പ്രമുഖ പ്രഭാഷകരും ആചാര്യന്മാരും പങ്കെടുക്കുന്നു. സത്രവേദിയിലെത്തുന്ന മുഴുവൻ ഭക്തർക്കും ഭക്ഷണത്തിനായുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തും. പത്രസമ്മേളനത്തിൽ സത്ര നിർവഹണ സമിതി വർക്കിംഗ് ചെയർമാൻ അഡ്വക്കേറ്റ് മുരളി കൃഷ്ണൻ, വൈസ് ചെയർമാൻ കെ ഗോപിനാഥൻ, ജനറൽ കൺവീനർ ശ്യാംകുമാർ, ചീഫ് കോർഡിനേറ്റർ ബി ശിവപ്രസാദ്, ഫൈനാൻസ് കമ്മിറ്റി ജോയിന്റ് കൺവീനർ NH നാരായണൻകുട്ടി, ബി സുധാകരമേനോൻ, എൻ സുരേഷ് കുമാർ, രാധാകൃഷ്ണ കുറുപ്പ്, രാജേഷ് കുമാർ, മോഹനൻകുട്ടി കൈമൾ തുടങ്ങിയവർ പങ്കെടുത്തു. ടൈം ന്യൂസ്, തുറവൂർ. 1 ലക്ഷം യുവ കർഷക സമിതിയുടെ സംസ്ഥാന സമ്മേളനം ചേർത്തലയിൽ നടന്നു. ചേർത്തല വുഡ്ലാൻഡ്സ് ഹാളിലാണ് സംസ്ഥാന സമ്മേളനം സംഘടിപ്പിച്ചത്. ചേർത്തല MLAയും കൃഷിമന്ത്രിയുമായ പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. 1 ലക്ഷം യുവ കർഷക സമിതി സംസ്ഥാന സമ്മേളനം ചേർത്തലയിൽ നടന്നു. ചേർത്തല വുഡ്ലാൻഡ്സ് ഹാളിൽ നടന്ന സമ്മേളനം കൃഷിമന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ കാർഷിക മേഖലയ്ക്ക് വലിയ പ്രാധാന്യവും പ്രത്യേകതയുമുണ്ട്. കാർഷിക മേഖലയിൽ യുവത്വത്തെ സജീവമായി പങ്കെടുപ്പിക്കണം എന്നുള്ള സതുദ്ദേശപരമായ ഒരാലോചനയിൽ നിന്നാണ് 1 ലക്ഷം യുവ കർഷകർ എന്നുള്ള ഒരാശയം പിറന്നു വീണത്. അതിൻ്റെ ഭാഗമായിട്ടാണ് 30 കൊല്ലങ്ങൾക്കപ്പുറം 1100 രൂപ അടച്ച് നിങ്ങളെല്ലാവരും ഇതിലംഗങ്ങളായത്. എത്ര മേൽ കണക്ക് കൂട്ടിയിട്ടും ഒരുപാട് രാത്രിയും പകലും തിരിച്ചും മറിച്ചും ഇട്ട് കണക്ക് കൂട്ടിയിട്ടും 1900 അടുത്തെങ്കിലും എത്താൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഇതിൽ അംഗമാകാൻ കഴിയാതെ പോയ ആളാണ്. സംസ്ഥാന പ്രസിഡന്റ് KP ബൈജു അധ്യക്ഷനായി. സംസ്ഥാന കാർഷിക വികസന ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CK ഷാജി മോഹൻ, P ഉണ്ണികൃഷ്ണൻ, KR രാജാറാം, KR സാജുമോൻ, സജീവ് വാസുദേവൻ, മുഹമ്മദ് ശ്രീകുമാർ, അനിൽ ചങ്ങന്നൂർ, KP രഘുനാഥൻ നായർ, ബിന്ദു ചുനക്കര, വിജയകുമാരി, മാത്യു കൊച്ചുപറമ്പ്, ഇയോബ് ജോൺ, MR ശിവശങ്കരൻ, സമ്പത്ത് വയലാർ, CC ബാലചന്ദ്ര മേനോൻ, ജാനകി പരിയാരം എന്നിവർ സംസാരിച്ചു. ടൈം ന്യൂസ്, ചേർത്തല. ചേർത്തല നഗരത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ മോഷ്ടാക്കളുടെ ശല്യം വർദ്ധിക്കുന്നതായി പരാതി. ചേർത്തല നഗരത്തിന് സമീപത്തുള്ള വീടിൻ്റെ മുൻവാതിൽ തകർക്കാൻ ശ്രമം. പുലർച്ചെ 3 മണിയോടെയാണ് സംഭവം. കുറുവാ സംഘമാണോ എന്ന സംശയം. ചേർത്തല നഗരത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ മോഷ്ടാക്കളുടെ ശല്യമെന്ന് പരാതി. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ചേർത്തല നഗരത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ മോഷ്ടാക്കളുടെ ശല്യം വർദ്ധിക്കുന്നുണ്ട്. വീടിൻ്റെ മുൻവാതിൽ തകർക്കാൻ ശ്രമം. ചേർത്തല ശാസ്താംകവലിക്ക് സമീപത്ത് വെളിയിൽ സുനിലിൻ്റെ വീട്ടിൽ തിങ്കളാഴ്ച പുലർച്ചെ 3 മണിയോടെയാണ് സംഭവം. വലിയ ശബ്ദം കേട്ടാണ് സുനിലും കുടുംബവും ഉണർന്നത്. ലൈറ്റ് ഇട്ടതോടെ മോഷ്ടാവ് രക്ഷപ്പെട്ടെന്ന് സുനിൽ പറഞ്ഞു. സംഭവം ഒരു 3:45 വീട്ടിൻ്റെ കഥ കേട്ട് വന്ന് കൈകൊണ്ട് ഭയങ്കര ശക്തമായിട്ട് അടിച്ചു. ആരാരാന്ന് ചോദിച്ചിട്ട് മിണ്ടുന്നില്ലായിരുന്നു. കുറേ കഴിഞ്ഞപ്പോൾ അവർ പോയെന്നാണ് തോന്നുന്നത്. പിന്നെ പോലീസിനെയൊക്കെ അറിയിച്ച് പോലീസൊക്കെ വന്ന് ഇവിടെയൊക്കെ നോക്കി, കൗൺസിലൊക്കെ വന്ന് എല്ലാവരും നോക്കിയിട്ട് ആരെയും കണ്ടെന്നില്ല. അവരോട് പോലീസ് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ കഥ തുറന്നത്. വേറെ പ്രശ്നമൊന്നും ഉണ്ടായില്ല. കഥ കേട്ട് വന്ന് ഭയങ്കരമായിട്ട് അടിച്ച് ആരാരാന്ന് വെച്ചാൽ മിണ്ടിയില്ല. അങ്ങനെ സംഭവിച്ചു. വിവരം അറിയിച്ചതിനെ തുടർന്ന് പോലീസ് എത്തിയെങ്കിലും ആരെയും കണ്ടെത്താനായില്ല. തൊട്ടടുത്ത് മറ്റൊരു വീട്ടിലും മോഷ്ടാവ് എത്തിയ ലക്ഷണങ്ങളുണ്ട്. ചേർത്തല നഗരസഭ 2ാം വാർഡ് നൈപുണ്യ കോളേജ് പരിസരത്ത് അസമയത്ത് അപരിചിതരെ കണ്ടതായി പറയുന്നു. ചില വീടുകളിൽ എത്തിയ സൂചനയുമുണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞു. കുറുവാ സംഘത്തിൻ്റെ വാർത്ത സജീവമായി നിൽക്കുന്നതിനാൽ നാട്ടുകാർ ആശങ്കയിലാണ്. ചേർത്തലയിലെ ചില സ്ഥലങ്ങളിൽ കുറുവാ സംഘം എത്തിയ ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. രാത്രികാലങ്ങളിൽ പോലീസ് പട്രോളിംഗ് ശക്തിപ്പെടുത്തണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ടൈം ന്യൂസ്, ചേർത്തല. ചേർത്തല മുട്ടം സെൻറ് മേരീസ് ഫൊറോന പള്ളിയിലെ CLCയുടെ നേതൃത്വത്തിൽ നവംബർ 29-ന് സംസ്ഥാനതല ക്വിസ് മത്സരം സംഘടിപ്പിക്കും. MG യൂണിവേഴ്സിറ്റി വൈസ് ചെയർമാൻ CT അരവിന്ദ് കുമാർ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കഴിഞ്ഞ ഒരു 30 വർഷമായിട്ട് ഈ മുട്ടം
ഇടവകയിൽ പ്രവർത്തിക്കുന്ന CLC സംഘടന നടത്തിക്കൊണ്ടിരിക്കുന്ന വലിയ ഒരു പരിപാടിയാണ് കേരള ക്വിസ്. അത് കേരള പിറവിയോടനുബന്ധിച്ചാണ് അത് നടത്തുക. കേരളത്തിൻ്റെ ചരിത്രവും സംസ്കാരവും എല്ലാം കൂട്ടിയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു ജനറൽ ക്വിസ് കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള സ്കൂൾ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തുന്ന ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ കഴിഞ്ഞ ഒരു 30 വർഷം നടത്തി, ഇത് 31ാമത്തെ വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അത് ഈ വരുന്ന 29-ാം തീയതി രാവിലെ 9 മണിക്ക് ആണ് അത് തുടങ്ങുക. അത് ഉദ്ഘാടനം ചെയ്യുന്ന മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ഡോക്ടർ CT അരവിന്ദ്കുമാറാണ് അത് ഉദ്ഘാടനം ചെയ്യുക. ഇപ്പോൾ നിലവിൽ നമുക്ക് ഏതാണ്ട് 72 ടീമുകളോളം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. പിന്നെ സ്പോട്ട് രജിസ്ട്രേഷനായിട്ട് ഏതെങ്കിലും 10 ഗ്രൂപ്പെങ്കിലും ഉണ്ടാകുമെന്നുള്ളതാണ് പ്രതീക്ഷ. എല്ലാ കൊല്ലം അങ്ങനെയാണ്. അപ്പോൾ ഈ വർഷം സാമാന്യം നല്ലൊരു നമ്പർ കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നുള്ള ആളുകൾ അതിൽ പങ്കെടുക്കത്തക്ക രീതിയിലാണ് ഇത്തവണത്തെ കേരള ക്വിസിൽ ഉള്ള പങ്കാളിത്തം. അപ്പോൾ അതിനുള്ള കാര്യങ്ങളെല്ലാം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചേർത്തല മുട്ടം സെൻറ് മേരീസ് ഫൊറോന പള്ളിയിലെ CLC സംഘടനയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന 31ാമത് അഖില കേരള ക്വിസ് മത്സരം നവംബർ 29-ന് രാവിലെ 9 മണിക്ക് ചേർത്തല മുട്ടം സെൻറ് മേരീസ് പാസ്റ്ററൽ സെൻറ്ററിൽ വെച്ച് നടക്കും. CLC ചേർത്തല ഫൊറോന പ്രൊമോട്ടർ ഫാദർ ജോർജ് തേവലക്കാട്ട് അധ്യക്ഷനാകും. സമ്മേളനം മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ CT അരവിന്ദ് കുമാർ ഉദ്ഘാടനം ചെയ്യും. മുട്ടം ഫൊറോന വികാരി റവൻ ഫാദർ ഡോക്ടർ ആൻഡ്രൂ ചേരാതുരുത്തി അനുഗ്രഹ പ്രഭാഷണം നടത്തും. മുട്ടംപള്ളി കൈക്കാരൻ CE അഗസ്റ്റിൻ ചെറുമിറ്റം, പാരിഷ് ഫാമിലി യൂണിയൻ വൈസ് ചെയർമാൻ സാബു ജോൺ പാലക്കൽ, മുട്ടം CMC കോൺവെന്റ് മദർ സുപ്പീരിയർ C റാണി മരിയ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും. മുട്ടം CLC പ്രൊമോട്ടർ ഫാദർ ജോബി കട്ടക്കത്തൂട്ട് സ്വാഗതവും മുട്ടം CLC പ്രസിഡന്റ് സോന ടോമി കരിയിൽ നന്ദിയും പറയും. തുടർന്ന് 31ാമത് അഖില കേരള ക്വിസ് മത്സരം ആരംഭിക്കും. വൈകുന്നേരം നടക്കുന്ന സമാപന സമ്മേളനത്തിൽ മുട്ടം CLC പ്രസിഡന്റ് സോന ടോമി കരിയിൽ അധ്യക്ഷയാകും. മുട്ടം സെൻറ് മേരീസ് ഫൊറോന റെസിഡൻസ് പ്രീസ്റ്റ് ഫാദർ ജോസ് പാലത്തിങ്കൽ, ഫെഡറൽ ബാങ്ക് AVP ആൻഡ് ബ്രാഞ്ച് ഹെഡ് KR വിഷ്ണുകുമാർ, മുട്ടംപള്ളി കൈക്കാരൻ അഡ്വക്കേറ്റ് ജാക്സൺ മാത്യു, ഈരാറ്റുപുഴ മുട്ടം CLC മോഡറേറ്റർ സിസ്റ്റർ തേജ CLC എറണാകുളം അങ്കമാലി അതിരൂപത ജോയിന്റ് സെക്രട്ടറി കുര്യാക്കോസ് ജോൺ തുടങ്ങിയവർ സംസാരിക്കും. മുട്ടം CLC ഓർഗനൈസർ ഡോക്ടർ പോൾ ജോർജി സ്വാഗതവും കേരള ക്വിസ് ജനറൽ കൺവീനർ അരവിന്ദ് മാത്യു നന്ദിയും പറയും. മുട്ടം CLC ഡയറക്ടർ റവറൻ ഫാദർ ഡോക്ടർ ആൻഡ്രൂ ചേരാതുരുത്തി വിജയികൾക്കുള്ള സമ്മാനങ്ങൾ നൽകും. ജനറൽ കൺവീനർ അരവിന്ദ് മാത്യു, ചെയർമാൻ ഫാദർ ബോബി, മുട്ടം CLC പ്രസിഡന്റ് സോന ടോമി, കൺവീനർ ബൈജു വടശ്ശേരി തുടങ്ങിയവർ ചേർത്തലയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ചേർത്തല സംസ്ഥാന സീനിയർ ബോൾ ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പ് നവംബർ 28 മുതൽ ഡിസംബർ 1 വരെ ആലപ്പുഴയിൽ നടക്കും. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നിന്നുള്ള 300-ലേറെ കായിക താരങ്ങൾ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ ആലപ്പുഴയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സംസ്ഥാനത്ത് ഇന്ന് 14 ജില്ലകളിൽ നിന്നും 400-ൽ പരം കായിക താരങ്ങളും ഒഫീഷ്യൽസുകളും അവിടെ പങ്കുചേരുന്നുണ്ട്. അതിൽ വേണ്ട ടർഫ് കോർട്ടിൽ അവർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങളും ഫുഡും മറ്റെല്ലാ സൗകര്യങ്ങളും ഞങ്ങൾ അവിടെ ഒരുക്കിയിട്ടുണ്ട്. ഉദ്ഘാടനം 28 വ്യാഴാഴ്ച, നവംബർ 28 വ്യാഴാഴ്ച രാവിലെ 8 മണിക്ക് തുടങ്ങുന്ന ചടങ്ങിൽ ശ്രീ PP ചിത്രരഞ്ജൻ MLA, ആലപ്പുഴയുടെ MLA ചിത്രരഞ്ജൻ അവர்களാണ് നിർവഹിക്കുന്നത്. രാവിലെ 8 മണിക്ക് പതാക ഉയർത്തൽ ചടങ്ങുണ്ട്. അത് സംസ്ഥാന സ്റ്റേറ്റ് ബാൾ ബാഡ്മിൻ്റൺ അസോസിയേഷൻ്റെ പ്രസിഡന്റ് TK ഹെൻറി അവർകളാണ് സംസ്ഥാനത്തിൻ്റെ പതാകയും ജില്ലയുടെ പതാക ജില്ലാ പ്രസിഡന്റ് ശ്രീ ജോൺ ചാക്കോ NC ജോൺസൺ കമ്പനിയുടെ CEO അദ്ദേഹമാണ് നിർവഹിക്കുന്നത്. സംസ്ഥാന സീനിയർ ബോൾ ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പ് നവംബർ 28 മുതൽ ഡിസംബർ 1 വരെയുള്ള തീയതികളിൽ ആലപ്പുഴ കലവൂരിൽ നടക്കും. പുരുഷ വനിതാ വിഭാഗങ്ങളിലായി വിവിധ ജില്ലകളിൽ നിന്നുള്ള 300-ൽ പരം കായിക താരങ്ങൾ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കും. കലവൂർ വോൾഗ ജംഗ്ഷനിലുള്ള 6 ഗൺസ് സ്പോർട്സ് ഹബ്ബ് ടർബ് കോർട്ടിലാണ് ചാമ്പ്യൻഷിപ്പ് നടക്കുക. ആലപ്പുഴ ജില്ലാ ബോൾ ബാഡ്മിൻ്റൺ അസോസിയേഷനാണ് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത്. 28-ന് രാവിലെ 10:30 PP ചിത്രരഞ്ജൻ MLA ഉദ്ഘാടനം ചെയ്യും. കേരള സ്റ്റേറ്റ് ബോൾ ബാഡ്മിൻ്റൺ അസോസിയേഷൻ ചെയർമാൻ ബാബു ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തും. ഡിസംബർ 1 നടക്കുന്ന സമാപന സമ്മേളനത്തിൽ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ജോൺ ചാക്കോ, മണ്ണഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് TV അജിത് കുമാർ എന്നിവർ സമ്മാനങ്ങൾ വിതരണം ചെയ്യും. സംഘാടക സമിതി ജനറൽ കൺവീനർ ലിഖായത്തുള്ള, അസോസിയേഷൻ സെക്രട്ടറി ഹക്കിം ഖലീൽ,
TK അനിൽ, ബാലചന്ദ്രൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ടൈനൂസ്, ആലപ്പുഴ. രജിസ്റ്റേർഡ് എഞ്ചിനീയേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് ഫെഡറേഷൻ അഥവാ റെൻസ്ഫെഡിൻ്റെ ആലപ്പുഴ ജില്ലാ സമ്മേളനം ചൊവ്വാഴ്ച ആലപ്പുഴയിൽ നടക്കും. ആലപ്പുഴ റോയൽ പാർക്കിലാണ് സമ്മേളനം സംഘടിപ്പിച്ചിട്ടുള്ളതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. രജിസ്റ്റേർഡ് എഞ്ചിനീയേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് ഫെഡറേഷൻ റെൻസ്ഫെഡിൻ്റെ 4ാമത് ആലപ്പുഴ ജില്ലാ സമ്മേളനം നവംബർ മാസം 26-ാം തീയതി ചൊവ്വാഴ്ച ആലപ്പുഴ റോയൽ പാർക്ക് ഹോട്ടലിൽ വെച്ച് ബഹുമാന്യായ ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ KG രാജേശ്വരി അവർ ഉദ്ഘാടനം ചെയ്യുന്നു. മുഖ്യ അതിഥിയായി ആലപ്പുഴ നഗരസഭാ ചെയർപേഴ്സൺ ശ്രീ KK ജയമ്മ പങ്കെടുക്കുന്നു. കൂടാതെ സംഘടനയുടെ സംസ്ഥാന ജില്ലാ നേതാക്കളും ഈ സമ്മേളനത്തോടനുബന്ധിച്ച് പങ്കെടുക്കുന്നതാണ്. കേരളത്തിലെ നിർമ്മാണ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഈ സംഘടനയുടെ നിലവിലുള്ള ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു വേദിയായി ഈ സമ്മേളനം മാറേണ്ടതുണ്ട്. പ്രത്യേകിച്ച് കെട്ടിട നിർമ്മാണ അപേക്ഷ പെർമിറ്റ് എടുക്കുന്ന പുതിയ സോഫ്റ്റ്വെയറായ K-സ്മാർട്ടുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളും അതിൻ്റെ പരിഹാര മാർഗങ്ങളും, അതോടൊപ്പം തന്നെ ആലപ്പുഴ നഗരസഭയിൽ പുതുതായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന അമൃത പദ്ധതി മാസ്റ്റർ പ്ലാൻ പ്രകാരം അംഗങ്ങൾക്കിടയിലുള്ള അല്ലെങ്കിൽ പൊതുജനങ്ങൾക്കിടയിലുള്ള ആശങ്കകൾ ദൂരീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളും കൂടെ ഈ സമ്മേളനവുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ചർച്ച ചെയ്യുന്നതാണ്. രജിസ്റ്റേർഡ് എഞ്ചിനീയേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് ഫെഡറേഷൻ ആലപ്പുഴ ജില്ലാ സമ്മേളനം ചൊവ്വാഴ്ച ആലപ്പുഴ റോയൽ പാർക്ക് ഹോട്ടലിൽ നടക്കും. രാവിലെ 10-ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ആലപ്പുഴ നഗരസഭാ ചെയർപേഴ്സൺ KK ജയമ്മ മുഖ്യാതിഥിയാകും. തുടർന്ന് നടക്കുന്ന സംഘടനാ സെക്ഷൻ റെൻസ്ഫെഡ് സംസ്ഥാന പ്രസിഡന്റ് ശ്രീകാന്ത് S ബാബു ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി TP മനോജ് മുഖ്യാതിഥിയാകും. തുടർന്ന് പ്രവർത്തന റിപ്പോർട്ട്, സംഘടനാ റിപ്പോർട്ട്, വരവ് ചെലവ് കണക്ക് എന്നിവയും അവതരിപ്പിക്കും. പുതിയ ഭരണസമിതി തിരഞ്ഞെടുപ്പും ഇതോടൊപ്പം നടക്കും. കെട്ടിട നിർമ്മാണ ചട്ടത്തിലെ ഭേദഗതികൾ, അമൃത പദ്ധതി, മാസ്റ്റർ പ്ലാൻ, K-സ്മാർട്ട് സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, നിർമ്മാണ മേഖലയിലെ പ്രശ്നങ്ങൾ തുടങ്ങിയവ സമ്മേളനം ചർച്ച ചെയ്യും. ആലപ്പുഴയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ റെൻസ്ഫെഡ് സംസ്ഥാന ട്രഷറർ AK മൻചുമോൻ, ജില്ലാ പ്രസിഡന്റ് NT മൈക്കിൾ, സെക്രട്ടറി A സിനി, R രാജേന്ദ്രകുമാർ എന്നിവർ പങ്കെടുത്തു. ടൈനൂസ്, ആലപ്പുഴ. മുഹമ്മദ് ചീരപ്പഞ്ചിറ കളരിയിൽ നടന്ന ആഴിപൂജ ഭക്തിസാന്ദ്രമായി. അമ്പലപ്പുഴ പേട്ട സംഘത്തിൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ആഴിപൂജയിൽ ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുത്തു. മുഹമ്മദ് ചീരപ്പഞ്ചിറ കളരിയിൽ നടന്ന ആഴിപൂജ ഭക്തിസാന്ദ്രമായി. അമ്പലപ്പുഴ പേട്ട സംഘത്തിന്റെ നേതൃത്വത്തിലാണ് ആഴിപൂജ ഒരുക്കിയത്. അയ്യപ്പന്മാരും വിശ്വാസികളും ഉൾപ്പെടെ 100 ആളുകൾ ചടങ്ങിൽ പങ്കെടുത്തു. ശബരിമല അയ്യപ്പൻ കളരി അഭ്യസിക്കാനെത്തിയ ചീരപ്പഞ്ചിറ കളരി ഇന്നും തനിമ നഷ്ടപ്പെടാതെ സംരക്ഷിക്കുന്നുണ്ട്. ശ്രീനാരായണ ഗുരുദേവൻ മുഹമ്മയിലെത്തിയാൽ വിശ്രമത്തിന് എത്തിയിരുന്നത് ചീരപ്പഞ്ചിറ കളരിയിലാണ്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കളരിയിൽ പൂഴിയങ്കം ഉൾപ്പെടെയുള്ള ആയോധന കലകൾ അഭ്യസിക്കാനാണ് അയ്യപ്പൻ എത്തിയത്. ആത്മീയ പഠന ക്ലാസുകളും സത്സംഗങ്ങളും നടത്തി വിശ്വാസികൾക്ക് ആത്മീയ ചൈതന്യം പകർന്നു നൽകുന്ന കളരിയുടെ പരിരക്ഷകൻ പത്മജയും ഭർത്താവ് ബാലസുബ്രഹ്മണ്യവുമാണ്. ടൈനൂസ്, മുഹമ്മ. പ്രധാന വാർത്തകൾ വീണ്ടും. AITUCയിൽ നിന്ന് യൂണിയനുകളുടെ കൂട്ടരാജി. 5 ജില്ലാതല യൂണിയനുകളും 4 സംസ്ഥാന യൂണിയനുകളും AITUCയിൽ നിന്ന് രാജിവെക്കുന്നു. AITUC സംസ്ഥാന കൗൺസിൽ അംഗങ്ങളായ KK ജയറാം, PH കബീർ എന്നിവരാണ് ഇക്കാര്യം അറിയിച്ചത്. CPM അരൂർ ഏരിയ സമ്മേളനം സമാപിച്ചു. ഏരിയ സെക്രട്ടറിയായി NB ഷിബുവിനെ തെരഞ്ഞെടുത്തു. കഞ്ഞിക്കുഴി ഏരിയ സമ്മേളനം ആരംഭിച്ചു. 2 ദിവസങ്ങളിലായി കഞ്ഞിക്കുഴി PP സ്വാതന്ത്ര്യം സ്മാരക ഹാളിലാണ് സമ്മേളനം നടക്കുന്നത്. നെൽകർഷകർ നേരിടുന്ന പ്രതിസന്ധികൾക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് നെൽകർഷക സംരക്ഷണ സമിതി പ്രക്ഷോഭത്തിലേക്ക്. ചൊവ്വാഴ്ച മുതൽ അനിശ്ചിതകാല സമരം ആരംഭിക്കും. ഭാര്യയുമായി ബൈക്കിൽ സഞ്ചരിക്കവേ റോഡിൽ കുറുകെ കെട്ടിയ വടം കഴുത്തിൽ കുരുങ്ങി യുവാവിന് ദാരുണാന്ത്യം. അമ്പലപ്പുഴ തകഴി സ്വദേശി 32 വയസ്സുള്ള സയ്യിദാണ് മരിച്ചത്. തിരുവല്ലയിലായിരുന്നു അപകടം. ചേർത്തലയുടെ ഹൃദയത്തുടിപ്പായ പുത്തൻതോടിന് നവോന്മേഷം. സേവ് AS കനാൽ കർമ്മ പദ്ധതിയുടെ ഭാഗമായ ജനകീയ ശുചീകരണം ചരിത്രമായി. ചേലത്ത ചേർത്തലയ്ക്ക് ആശംസകളുമായി നാട്ടുകാർ. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകും. നമസ്കാരം.